അപ്പോൾ ഇതുപോലെയുള്ള ബോറിംഗ് ആയിട്ടുള്ള ഡെസ്കിന് ഒരു കിടിലൻ മേക്ക് ഓവർ കൊടുത്താലോ? അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് സ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ടു മൈ സബ്സ്ക്രൈബറാണ്. കാരണം എല്ലാ വീഡിയോസും നമ്മുടെ ക്രാഫ്റ്റ് ചാനൽ ആയിക്കോട്ടെ, വ്ളോഗ് ചാനൽ ആയിക്കോട്ടെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇടയ്ക്കിടെ കമൻറ്റ്സ് ഒക്കെ ഇടുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അതിന് റിപ്ലൈയും തന്നിട്ടുണ്ട്. റൂം മേക്ക് ഓവർ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഭയങ്കര സ്മോൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ പ്രശ്നങ്ങളും അങ്ങ് പരിഹരിച്ച് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. റൂം മേക്ക് ഓവർ കിട്ടിയില്ലെങ്കിൽ ഒരു ചെറിയ ഡെസ്ക് മേക്ക് ഓവർ നമുക്ക് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ പറ്റുന്ന പോലെ കുറച്ച് ലോങ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മടുത്തു പോകേണ്ടതെന്ന് വെച്ചിട്ടാണ് ഞാൻ സ്മോളായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ചുകൂടി ലെങ്തി ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ മനസ്സിലൊരു വൈറ്റ് ഡെസ്ക് മേക്ക് ഓവർ ഒക്കെയാണ് ചെയ്യണം എന്നുള്ളത്. പക്ഷേ വൈറ്റ് ഡെസ്ക് ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുക, അങ്ങ് ഉണ്ടാക്കുക. അങ്ങനെ നമ്മളൊരു വൈറ്റ് ക്ലോത്തൊക്കെ വരിച്ച് ഒരു തൽക്കാലത്തേക്ക് നമുക്ക് വേണ്ട ഒരു വൈറ്റ് ഡെസ്ക് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നമ്മളൊരു കോഡ് ബോർഡും DIY ആയിട്ട് ചെയ്തിട്ടുള്ള കോഡ് ബോർഡും ഹാങ്ങിങ്സൊക്കെ ഒരു ഹൂക്ക് വെച്ച് അവിടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മണി പ്ലാന്റ് ഞാൻ ആ ഒരു കോഡ് ബോർഡിൻ്റെ ഉള്ളിലൂടെയൊക്കെ ഇങ്ങനെ പടർത്തി വിടണം എന്ന് വെച്ചിട്ടാണ് മുറിച്ചുകൊണ്ട് വന്നത്. പക്ഷേ കോഡ് ബോർഡ് മുകളിലും ഈ ഒരു മണി പ്ലാന്റ് ഭയങ്കര താഴെയും ആയിപ്പോയി. അങ്ങനെ രണ്ടിനും ഒരു ബന്ധമില്ലാത്ത പോലെയായി. പിന്നെ ഉള്ളത് വെച്ച് ഓണം എന്ന് പറയുന്ന പോലെ തൽക്കാലം ഒരു സെലോ ടേപ്പ് വെച്ച് അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ക്യാൻഡിൽ സൈഡിൽ കൊടുത്തു. അതുപോലെ ഇതുപോലെ 2 വുഡൻ ബോക്സസ് ഉണ്ട്. അപ്പോൾ ഒരു വുഡൻ ബോക്സിൽ ഡ്രോയിങ് ബുക്സും പിന്നെ വായിക്കുന്ന കുറച്ച് ബുക്കെല്ലാം ഇട്ടിട്ട് ആ ഒരു ജനലിൻ്റെ സൈഡിൽ വെച്ചു. അത് അധികം യൂസ് ചെയ്യാത്തതുകൊണ്ട് തൽക്കാലം അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജേണലും ടു ഡു ലിസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതുന്ന ബുക്സും കാര്യങ്ങളൊക്കെ തൽക്കാലം നമ്മുടെ ഡെസ്കിലത്തെ ആ ഒരു ഇതിൽ വെച്ചു. കാരണം ഫുൾ കാലി ഒരു ഡെസ്ക് എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ വെക്കണ്ടേ. പിന്നെ എനിക്ക് കൂടുതൽ ഇങ്ങനെ തിങ്ങി തിരങ്ങി ഒരു വെക്കുന്നതിനേക്കാളും കുറച്ച് സിമ്പിൾ ആൻഡ് എലഗൻ്റായിട്ട് ഒരു ലുക്ക് കൊടുക്കാമെന്നാണ് തോന്നിയത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളത്. ഇല്ലെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു. അപ്പോൾ ഞാൻ തൽക്കാലം ഇപ്പോൾ ഒരു സിമ്പിൾ ലുക്കാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ്. അപ്പോൾ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഒരു ചെടികൊടികളുടെ ഇടയിൽ കൊണ്ടുപോയിട്ട് ഡെസ്ക് ഇട്ടതുപോലെയായി. അപ്പോൾ ഒരു ലൈവ്ലി ഒറിജിനൽ ഫീലൊക്കെ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇത്രപാട് ചെടികളൊക്കെ ഞാൻ വെച്ചിട്ടുള്ളത്. ആ ഒരു പച്ചപ്പൊക്കെ കാണുമ്പോൾ ഒരു ഭംഗിയല്ലേ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കൊളായോ ഇല്ലെങ്കിൽ അടിപൊളിയായോ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ റൂം മേക്ക് ഓവർ ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ ഒരു ഡെസ്ക് മേക്ക് ഓവറിൽ നിങ്ങൾക്കൊരു സംതൃപ്തി കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സും നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാലും നമ്മുടെ ക്രാഫ്റ്റ് ചാനലിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ വ്ളോഗ് ചാനലിലും വന്നിട്ട് ഫുൾ സപ്പോർട്ട് തരുന്നതുകൊണ്ട് താങ്ക് യു സോ മച്ച്. ദിസ് വീഡിയോ സ്പെഷ്യലി ഫോർ യു. അപ്പോൾ റൂം മേക്ക് ഓവർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.